തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് കൂടിയുണ്ട്. സ്റ്റാർ കാൻഡിഡേറ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതൻ കൂടിയാണ്. കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ സാർ. സാർ നമസ്കാരം. ഒരു സ്റ്റാർ ആയി സിനിമ സ്റ്റാറായി നിൽക്കുമ്പോൾ തന്നെ ഒരു കാൻഡിഡേറ്റ് കൂടിയാവുകയാണ്. എന്താണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത് വെച്ചിട്ട് ഒരു മുഖപരിചയം ഉണ്ടെന്തായിരുന്നാലും അത് വെച്ച് പല ആൾക്കാർക്കും പലയിടത്തും നമുക്ക് കയറി ഇറങ്ങി ഓരോരോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്, വിശ്വാസമുണ്ട്. അതിന് നിങ്ങളെല്ലാം ഈ ജനങ്ങളെല്ലാം കൂടി എന്നിൽ അർപ്പിക്കുന്ന കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതിന് ഇന്നിപ്പോൾ ഒരു തുടർച്ച, ഏത് കാര്യത്തിനും ഒരു തുടർച്ച ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂറ്റി. അപ്പോൾ ഞങ്ങളുടെ സിനിമയിലും അങ്ങനെ ഒരു ഇതുണ്ട്, കണ്ടിന്യൂറ്റി തെറ്റരുതെന്ന് പറയും. തെറ്റിയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കണ്ടിന്യൂറ്റി തെറ്റാതിരിക്കേണ്ട സഹായം ചെയ്യേണ്ടത് പ്രിയപ്പെട്ട ജനങ്ങളാണ്. അവർ ചെയ്യുമെന്നുള്ള വിശ്വാസം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ സിനിമയിൽ ഇത്തരം കഥാപാത്രങ്ങളിലേക്ക് കൂടുതലായി അഭിനയിക്കാനുള്ളൊരു സാഹചര്യം ലഭിച്ചിരുന്നു. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഈ രാഷ്ട്രീയക്കാരൻ എന്നതിനുപരി? അത് മറ്റ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയോ എന്തോ അത് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ഡയറക്ടറും ജനങ്ങളുമില്ല. ഏത് സിനിമയിൽ അത് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കത്തക്ക ആയിട്ടുള്ളത് ലയനാണ്. അത് ശ്രീ ജോഷി സാറാണ് അതിൻ്റെ ഇതിൽ നിൽക്കുന്നത്. പിന്നെ വേറെയും ഇതേപോലെ രാഷ്ട്രീയത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഓരോന്നും അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന സമയത്ത് തന്നെ അങ്ങയുടെ പേര് ശ്രീ കെ വി ഗണേഷ് കുമാർ നിർദ്ദേശിക്കുകയായിരുന്നു. അത്തരം ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നേരത്തെ മുതൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അപ്പം ആളുകൾക്കിടയിൽ അത്രയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ, ആ പൾസ് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും മനസ്സിലാവും. അദ്ദേഹത്തിനോടൊപ്പം നിന്ന കാലം തൊട്ട് ഞാനുള്ളവനാണ്. അദ്ദേഹം ഒരു 1995 കാലഘട്ടം തൊട്ട് നടനായിരുന്ന സമയം തൊട്ട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ അറിയാവുന്ന ഒരുവനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അത് മറ്റ് ഇതൊന്നും അവിടെ ബന്ധുവാണ് അല്ലെങ്കിൽ സ്വന്തമാണ് അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖ്യ ലക്ഷ്യം. അത് നടപ്പാക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇന്നും പിന്നെ ഈ ഒരു ഇതിൽ വന്നത്. അതുകൊണ്ട് എന്ത് പറ്റി, അതേ സെയിം ബസ് തന്നെയാണ് ഇതിൻ്റെ ചിഹ്നവും കിട്ടി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജനങ്ങൾ മനസ്സിലാക്കാൻ അത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതല്ല, നമ്മളിലേക്ക് അർപ്പിതമായതാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ തന്നെ പൂജപ്പുരയിൽ നിന്ന് ജഗതിയിലേക്ക് എത്തി മത്സരിക്കുമ്പോൾ ആളുകളുടെ പൾസ് നല്ല പൾസാണ്. കാരണം ജഗതിയിൽ എൻ്റെ ഏറ്റവും അടുത്ത സഹോദരനായ ശ്രീ ജഗതി ശ്രീകുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇന്നും പല ഭാഷയിലും പാടി വരുന്ന രാമ ശ്രീരാമ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ക്ലാർനെറ്റ് വായിക്കുന്ന ഒരുവനായിട്ടാണ്. അപ്പോൾ അത് ജനങ്ങളിങ്ങനെ എവിടെ ചെന്നാലും ഇന്നലെ കേട്ടതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരിതാണ്. അതുപോലെ എൻ്റെ ജനങ്ങളോടൊപ്പം അത് ഇതുവരെയും അങ്ങനെ നിന്നിരുന്നല്ലോ. അത് ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അതേപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ ജഗതി എൻ കെ ആചാര്യ, അദ്ദേഹമാണ് റേഡിയോ നിലയത്തിലേക്ക് എന്നെ ഇത് വന്നത്. അതിനുള്ള എക്സാം വന്നപ്പോൾ ആത്മാർത്ഥമായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെയൊന്നും മറക്കാക്കില്ല. ജഗതിയെ ഓർമ്മിക്കാൻ വേണ്ടി ജഗതിയെ കിട്ടി. അല്ലെങ്കിൽ ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. ജഗതി വാർഡ് എന്ന് പറയുന്നത് നിരവധി പ്രമുഖർ, അത് രാഷ്ട്രീയക്കാരായാലും സിനിമക്കാരായാലും ഒക്കെ ഉള്ളതാണ്. അപ്പം ഇപ്പം തന്നെ ആൻ്റണി സാറിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി, ശ്രീലേഖ മേഡത്തിൻ്റെ അവിടേക്ക് പോയി. എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു ആദ്യം തന്നെ ആൻ്റണി സാറിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം എന്നൊരു തീരുമാനം? ആൻ്റണി സാറിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് പറയുന്നത് അദ്ദേഹം അത്രമാത്രം അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം അദ്ദേഹത്തിനെ കാണുക, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ്. അപ്പോഴാണ് ശ്രീലേഖ മടവൻ വന്നത്. അപ്പോൾ അവരെല്ലാം എന്നെ അറിയുന്നുണ്ട്. പക്ഷേ എന്നെ അറിയാമോ എന്നുള്ള കാര്യം ഇപ്പം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ ആൻ്റണി സാർ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. അത് മതി. അപ്പം ഞാൻ എന്തു ചെയ്യും, ഞാൻ കുറേ കൂടെ ഇഷ്ടമാകാൻ വേണ്ടി എൻ്റെ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇറങ്ങും. അതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ എല്ലാ സഹായവും. തീർച്ചയായും ഇതുതന്നെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനൊരു അവസരം തേടിക്കൊണ്ടാണ് പൂജപ്പുര രാധാകൃഷ്ണൻ സാർ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണ തുടർച്ചയുടെ ഒരു ഭാഗം തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയാണ്. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.